കുടിച്ചാൽ ദാഹം പോവും, വിശപ്പ് മാറും, ആരോഗ്യം ഉണ്ടാവും, ക്ഷീണം മാറും, ഉറക്കം കിട്ടും. അപ്പോ ചൂടിന് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ നാടൻ മോരും വെള്ളം അല്ലേ ആച്ചാ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാ ആച്ചാ? നാരങ്ങ വെള്ളം, മോരും വെള്ളം. മോരും വെള്ളം എടുക്കുന്നു. ഇപ്പൊ മോരും വെള്ളം എടുക്കുന്നു. ഈ മോരും വെള്ളം ആച്ചാ സ്പെഷ്യൽ അല്ലേ? നമ്മുടെ സ്പെഷ്യൽ മോരും വെള്ളമാണ്. ഒരുപാട് പേര് മോരും വെള്ളത്തിനോട് വരാറുണ്ട് ആച്ചാ? ഒരുപാട് പേര് വരാറുണ്ട്. ആണോ? അപ്പൊ നല്ല നമ്മുടെ മോരിനകത്ത് എന്നൊക്കെ ആച്ചാ? ഇതിന്റെ ഐറ്റം എന്നൊക്കെ ആച്ചാ? മോരിനകത്ത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഇത്രയും സാധനം ചേർക്കും. എന്നിട്ട് ഇവന് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് ഒന്ന് അടിച്ചിങ്ങോട്ട് എടുത്തിട്ട് ഒരു ദിവസം കുടിച്ചാൽ നാളെ ആ സമയം തന്നെ വരും ഇവിടെ. ചാച്ച പണ്ട് നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ടോ? തൈരിന്ന് ഉണ്ട്. തൈര് കടഞ്ഞിട്ട് അതെങ്ങനെയാ ഉണ്ടാക്കുന്നത്? അതിങ്ങനെ തൈര് കലത്തിലോട്ട് ഒഴിക്കും. അതിന് കടയിൽ നിന്നൊരു കോലുണ്ട്. ഇവരെ രണ്ട് കറക്കം അപ്പൊ നെയ്യ് ഇങ്ങനെ കട്ടയായിട്ട് പൊങ്ങി വരും. പശു ഉണ്ടായിരുന്നു. പശു ഉണ്ടായിരുന്നു, പശു വളക്കലുണ്ടായിരുന്നു, മോരുണ്ടാക്കലുണ്ടായിരുന്നു, നെയ്യ് ഉണ്ടാക്കലുണ്ടായിരുന്നു. നെയ്യ് എന്താണ് കടയിൽ കൊടുക്കുവോ? അന്നേരം അതിന് വീട്ടിൽ ആൾ മേടിക്കാൻ വരും. നേരത്തെ പറഞ്ഞേപ്പിക്കും. നമ്മുടെയൊക്കെ നെയ്യ് നേരത്തെ പറഞ്ഞേപ്പിക്കും. ശുദ്ധമായ നെയ്യാണ് അല്ലേ? ഒരുപാട് സമയം കടയണോ ചാച്ചാ? ഇല്ല, നെയ്യ് 10 മിനിറ്റൊക്കെ. അത് ധൈര്യമുള്ള പോലെ കൂടുതൽ സമയം കൂടെയാണ്. അല്ലെങ്കിൽ കുറച്ച് സമയം മതി. അത് നല്ല അന്നത്തെ കാലത്ത് മംഗലത്തിലാണ്. മംഗലത്തിലൊക്കെ ധൈര്യം കൊണ്ട് ഒഴിച്ച ഒരു അടപ്പുണ്ട്. ആ കോല് ഇതിനകത്തോട്ട് ഇടും. അടപ്പിന്റെ തള്ളവരലിന്റെ അവിടെ പിടിച്ചിട്ടാണോ കടയുന്നത്? കാലേലേക്ക് ചവിട്ടി പിടിക്കും. കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് അങ്ങനെ കടച്ചൊക്കെ എടുക്കും. പിന്നെ മറ്റേ നമ്മുടെ ചൂട് നല്ല നെയ്യ്, നല്ല ചൂട് ചോറിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നല്ലതാണ്. സൂപ്പർ അല്ലേ? ചാച്ച കഴിച്ചിട്ടില്ലേ? ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ചൂട് ചോറിനകത്തോട്ട് നമ്മൾ ആട്ടിക്കൊണ്ട് തേങ്ങയുടെ എണ്ണ ഒഴിച്ച് ഉപ്പും കൂട്ടി ഉണ്ടാല് കറിയില്ലാതെ ചോറുണ്ട്. നല്ലതാണത്. ഭയങ്കര രസമല്ലേ? അതെ, ഞാനതൊക്കെ കൊണ്ടിട്ടുള്ളതാണ്. നെയ്ക്ക് പകരം ഒരു ചെറിയൊരു നെയ്യ് ടേസ്റ്റും കിട്ടും. നല്ല ടേസ്റ്റ്. ഉണ്ടാക്കാം. മെയിൻ ഐറ്റം എന്നാ പിന്നെ റെഡി ആവാണ് അല്ലേ? ആദ്യം നമ്മള് ഇടിക്കുന്നു. എന്നൊക്കെയാ ഇടുന്നത്? ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, അത്ര സാധനം ഇതിനകത്ത് ഇട്ടു. വെളുത്തുള്ളി ഉണ്ടല്ലേ ആച്ചാ? വെളുത്തുള്ളി വേണ്ട മോനെ. ഇവനെ ഒന്ന് ഇടിച്ചെടുക്കുന്നു. ഇവനൊന്ന് ഇടിച്ചെടുത്ത് മോരിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇടിയാണല്ലേ ആച്ചാ? ഞാൻ അടിക്കാം. അല്ല, അത്രയും കുറവൊന്നുമില്ല. ഒന്നും വേണ്ട. അല്ല, ബസ്സിന്റെ ഒക്കെ ഫുള്ള് ബഹളം അല്ലേ ആച്ചാ? കരിങ്കല്ല് കൂടെ പിടിക്കുമ്പോ ഞാൻ കൈയോട്ട് പിടിച്ച് പഠിച്ചുള്ളൂ. ആണോ? എങ്ങനെ? കരിങ്കല്ലേ കൂടെ വലിയ പൊടിക്കുന്നേ, അത് കൈകൊണ്ടിങ്ങനെ പിടിച്ചിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. എങ്ങനെ? അതാണ്. ചാച്ചാ കുറച്ച് ഇനി അത് പൊട്ടിച്ചാൽ പൊടില്ല. കാലം കഴിയും. ഇനിയിപ്പോ കുറച്ച് നമ്മുടെ ആ പേസ്റ്റ് അല്ലേ ചാച്ചാ റെഡി ആയതല്ലേ? റെഡി ആയത്. അങ്ങോട്ടങ്ങ് ഒഴിക്കുന്നു. മോരൊഴിക്കുന്നു, വെള്ളം ഒഴിക്കുന്നു. ചാച്ചാ ഇത് മോര് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മോര് തന്നെയാണ്? അതെ അല്ലേ? നമ്മൾ പാലിപ്പോൾ പശു ഇല്ലാത്തതുകൊണ്ട് പാല് മേടിച്ചിട്ട് തൈരാക്കും. ശുദ്ധമായ മോരല്ലേ ചാച്ചാ? ശുദ്ധമായ മോരമാണ്. അടുത്ത് നമ്മൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ ചാച്ചാ? അതെ. ചാച്ചാ ഒരു സംശയം ചോദിക്കട്ടെ, ഈ കറിവേപ്പില എല്ലാ വീട്ടിലും പിടിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് എനിക്ക് അറിയത്തില്ല. കറിവേപ്പില ഞാനത് കേട്ടിട്ടുണ്ട്. കറിവേപ്പില എല്ലാ വീട്ടിലും പിടിക്കുമെന്ന് പറയുന്നത് നമുക്കത് അനുഭവം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, കറിവേപ്പില നമ്മുടെ വീട്ടിൽ കറിവേപ്പില നിൽപ്പണ്ടേ, അപ്പോൾ അവൻ കണ്ടിട്ട് പറഞ്ഞു കറിവേപ്പില അങ്ങനെ എല്ലാ വീട്ടിലും പിടിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞു. മണ്ണിൻ്റെ ആയിരിക്കും? മണ്ണിൻ്റെ അല്ല. പിന്നെ അത് ചില സ്ഥലത്തിൻ്റെ ഉണ്ട്. മണ്ണിൻ്റെ അല്ല, അത് ചില സ്ഥലത്ത്. കൂവളം എല്ലാ വീട്ടിലും പിടിക്കാല. കൂവളം പിടിക്കുമല്ലോ അല്ലേ? പിടിക്കാല. അരുത എല്ലാ സ്ഥലത്തും ഉണ്ടാവുകയല്ല. ഇല്ല. അരുത കേട്ടിട്ടുണ്ടോ? അരുത എന്നാ സാധനം? അത് പച്ചമരുന്നത്. ആണോ? അത് പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ, കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ അതിനെ നട്ട് വളർത്താൻ നല്ലതാണ്. പിന്നെ ചാച്ചന്റെ പല്ലുവേദനയ്ക്കുള്ള സ്പെഷ്യൽ പല്ലുവേദനയുടെ എണ്ണയുണ്ട്. അതെങ്ങനെയാ? മറ്റേ ആൾക്കാർ വരുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എന്നൊക്കെ പല്ലിന്റെ ഏതൊക്കെ വേദനയ്ക്കുള്ളതാണ്? പല്ല് വേദന ഏത് വേദനയാണെങ്കിലും മോണയ്ക്ക് പഴുപ്പില്ലെങ്കിൽ മാറും. മാറും മാറും. മോണയ്ക്ക് പഴുപ്പുണ്ടെങ്കിൽ മാറിയല്ല, താമസിക്കും, മാറും. എന്തേരം വെള്ളം ഒഴിക്കണം മോരിനകത്തോ? അത് കുറച്ച് പകുതി മോരും പകുതി വെള്ളം. പകുതി മോരും പകുതി വെള്ളം. അതെ. അപ്പം മോണയ്ക്ക് പഴുപ്പുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പഴുപ്പുണ്ടെങ്കിൽ കുറച്ച് താമസിക്കും മാറാം അല്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് മാറും, വെക്കുമ്പോഴേ മാറും. ഇത് നന്നായിട്ട് ഇളക്കണം അല്ലേ ചാ? നന്നായിട്ട് അടിച്ചങ്ങ് യോജിപ്പിക്കണം. നല്ല ഇളക്കായിരിക്കണം.
ഹെൽത്തിയാണ്. മംഗലത്തിലെ വെള്ളം നല്ലതാണ്. അപ്പോൾ നമ്മൾ കുടിച്ചു നോക്കിയാലോ? എന്നാ പിന്നെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അടിപൊളി വരുമ്പോൾ നാളെ ഈ സമയത്ത് ഇവിടെ തന്നെ വരും. നാളെ ഈ സമയത്ത് ഇവിടെ തന്നെ വരും. എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർ വരുന്നുണ്ടല്ലേ അച്ഛാ കുടിക്കാൻ വേണ്ടിയിട്ട്? പിള്ളേർ കുറേ വരുന്നു. അതെ അല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടപ്പുണ്ട്. ഉള്ളി പൊങ്ങി കിടപ്പുണ്ട്, കറിവേപ്പിലയുണ്ട്, ഇതാ മറ്റേ ഇതുണ്ട്, മുളകുണ്ട്. ഒന്ന് കുടിച്ചു നോക്കട്ടെ. സാജ് ചേട്ടാ ഒന്ന് കുടിച്ചു നോക്കിയാലോ? കിട്ടിയില്ലേ? മുട്ടിച്ചേ കുടിച്ചു നോക്കിയാ എങ്ങനെ ഉണ്ടെന്ന്? അതെ, അടിപൊളിയല്ലേ? സാജന തീർത്തു. ഇവനെ കുടിച്ചായിരുന്നോ? ഭീകരം. ഇത് കുടിക്കുന്ന 2-3 ഗ്ലാസ് കുടിക്കുന്നത് ആണോ? എങ്ങനെയുണ്ട് സാർ? അടിപൊളി ആയിട്ടും അല്ലേ? ഞാൻ കുടിച്ചു കയറട്ടെ. ഒരു വെള്ളം കുടിച്ചാൽ നാളെ കുടിക്കും. ആഹാ, ഒരു രക്ഷയില്ല ചാച്ച. ചാച്ച മുത്താണ്. നല്ല ചൂടിന്. എൻ്റെ മാന ഇതൊന്നും എൻ്റെ ഗുണമല്ല, ദൈവത്തിൻ്റെ ഗുണമാണ്. ദൈവം ചെയ്യുന്നതാണ് ഇത്. ഞാനിങ്ങനെ ആളായിട്ട് ഇവിടെ നിൽക്കുന്നുള്ളൂ. നമ്മളെ കൂടെ ചെയ്യിപ്പിക്കുന്നതല്ലേ? പുള്ളിയെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുള്ളൂ. നല്ല വേർത്ത് വന്നിട്ട് നല്ല ചൂടിന്ന് വന്നിട്ട് അല്ലേ അച്ഛാ? ഒരു വെള്ളം ഇങ്ങനെ കുടിച്ചു കഴിയുമ്പോണ്ടല്ലോ, ഉച്ച നേരത്തൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവര് പാഞ്ഞു കയറി വരും. ഓരോ മോരും വെള്ളം തന്നേന്ന്. അങ്ങനെ മോരും വെള്ളം നല്ലോണം കച്ചവടം നടക്കുന്നുണ്ട്. ആരെങ്കിലും മോരും വെള്ളമാണ് ഇവിടെ കൂടുതൽ കച്ചവടം. അത്യാവശ്യം പല സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മേടിക്കും. പഴം, അങ്ങനെ മീൻ, ഉണക്ക മീനുണ്ട്. അവരെല്ലാം കൂടി ഇതിനിടയ്ക്ക് എങ്ങനെയാ സമയം കണ്ടെത്തുന്നത്? അതൊക്കെ എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് പിടിക്കും. ഇതിനിടയ്ക്ക് കോഴി ഉണ്ടാക്കണം, ചട്ടി ഉണ്ടാക്കണം. ഇതെല്ലാം കൂടി നടക്കും മോനെ. ശ്രമിച്ചാൽ മതി. അത്രേ ഉള്ളൂ. മനസ്സ് വെച്ചാൽ മതി. മനസ്സ് ക്ലിയർ ആണെങ്കിൽ ഓടി എത്തും എല്ലായിടത്തും. ഇതാണ് അടിപൊളി അടിപൊളി അതല്ലേ? അടിപൊളി. മംഗലത്തിനകത്ത് വെള്ളം വെക്കും. ആ വെള്ളം തണുത്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിലാണ് മോരും വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ഉള്ളി എല്ലാം ചേർത്ത് ഇടിച്ച് ചേർത്ത് മോരും വെള്ളമാക്കി പകുതി മോരും പകുതി വെള്ളം കൂടി കൂട്ടി ഒരു ഗ്ലാസ് എടുത്തിട്ട് കൊടുക്കും. അങ്ങനെ കുടിക്കും. അങ്ങനെയാണ് മോരും വെള്ളം ഉണ്ടാക്കും. നല്ലതാണ്. കുടിച്ചാൽ ദാഹം പോവും. ദാഹം പോവും, വിശപ്പ് മാറും, ആരോഗ്യം ഉണ്ടാവും, ക്ഷീണം മാറും, ഉറക്കം കിട്ടും. അപ്പൊ സർവ രോഗ നിവാരണയാണല്ലേ? പല്ലുവേദന, ഏത് പല്ലുവേദന നിഷ്പ്രയാസം മാറ്റി കൊടുക്കും. 2 മണിക്കൂർ. 2 മണിക്കൂർ പല്ലുവല്ല പുത്തം പോലെ. പുത്തം പോലെ. ഇളക പോലാണെങ്കിൽ ഉറയ്ക്കും, കുറച്ച പോലാണെങ്കിൽ ഇളകും. അങ്ങനെ ചാച്ച പുറത്തുനിന്നൊക്കെ പല്ലുവാനൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പല്ലുവേദനയാണ് ഒരുപാട് പേര് കൊടുക്കുന്നത്. ഒറ്റമൂലിയാണല്ലേ ചേട്ടാ? ഒറ്റമൂലിയാണ്. മോരുമ്പളത്തിൽ ഉള്ളിയൊക്കെ നല്ല അലിഞ്ഞിങ്ങനെ അതൊക്കെ മുള്ളുവോ കുറെ കുടിച്ചു. അടിപൊളി. അപ്പോൾ ചാച്ചൻ്റെ ഇന്നത്തെ മോരുമുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ സംഭാരം, നമ്മുടെ നാടൻ സ്പെഷ്യൽ സംഭാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാച്ചനോട് അഭിപ്രായം പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ചാച്ച നമസ്കാരം. നമസ്കാരം.